Hello, welcome back to my channel and I'm Nimsha Davies. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പാണ്ടാസിൽ എന്താ നോക്കിയിട്ടുണ്ടായിരുന്നത്? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കി. അത് കഴിഞ്ഞിട്ട് പാണ്ടാസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ സീരീസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? സീരീസിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിന്റെ ബാക്കിയുള്ള ക്ലാസ്സിലോട്ട് നമുക്ക് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളവർക്കും ഈ ഒരു വീഡിയോസ് എത്തുള്ളൂ, റീച്ച് കിട്ടുള്ളൂ. ലൈക്ക് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളവരിലും ഈ വീഡിയോസ് എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? ഇതിൽ ടോട്ടൽ ഇപ്പോൾ 309 വീഡിയോസ് ഉണ്ട്. ഇപ്പം ഇതും കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 310 ആവും. അപ്പം അത്രയും വീഡിയോസ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ആണ്. ഞാൻ അത് 100% ഗ്യാരണ്ടി തരാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ 10-30,000 രൂപ കൊടുത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കോഴ്സ് അതിനേക്കാളും കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടെന്ന് വേണമെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ടെന്ന് വേണമെങ്കിൽ ഞാൻ അത്ര ഇതിൽ പറയാം. ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എനിക്കും അതിൻ്റെതായ കുറച്ചൊക്കെ ബെനിഫിറ്റ് വേണ്ടേ? ചുമ്മാ പറഞ്ഞതാട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു വെച്ചതെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, സീരീസിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഞങ്ങളുടെ പുതിയൊരു സീരീസ്, പുതിയൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത്, ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്തു. PD.series ഓഫ് എന്ത് ചെയ്യുന്നു? 1, 2, 3, 4 ഇങ്ങനൊരു സീരീസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ആ സീരീസ് ഞാനിവിടെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, ആ സീരീസ് വന്നു, അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ വന്നു. ഞാൻ ഇനി ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് നോക്കുമ്പോൾ എന്തായിരിക്കും ഡാറ്റ ടൈപ്പ് വരുന്നുണ്ടായിരിക്കുക? ഈ സീരീസിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും അല്ലേ? കാരണം എന്താ, ഇവിടെ കൊടുത്തു നോക്കുന്ന വാല്യൂസ് ഒക്കെ ഇൻറ്റിജർ ആണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻറ്റ് എന്നുള്ളത്. എനിക്ക് ഇതിനെ ഫ്ലോട്ടിലോട്ട് മാത്രം, അതിനെന്ത് ചെയ്യും? നമ്മൾ നമ്പയിൽ പഠിച്ച പോലെ തന്നെ ഇവിടെ കോമ ഇടാം. ഡി ടൈപ്പ്. നിങ്ങൾക്ക് എത്രത്തോളം വോയിസ് ക്ലിയർ ആവണമെന്ന് അറിയില്ല, കാരണം പുറത്ത് ഇവിടെ പണി നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. ഡി ടൈപ്പ് ഈക്വൽ ടു ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഞാനത് റൺ ചെയ്യാം. അപ്പം എന്തായി? ഡാറ്റ ടൈപ്പ് മാറിയിട്ടത് ഫ്ലോട്ടായിട്ട് മാറി. ഓക്കെ, അപ്പം ഇങ്ങനെ സീരീസിൽ ഡാറ്റ ടൈപ്പ് മാറ്റാന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി ഞാൻ വേറൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം ചെയ്ത് നോക്കിയത് ഏതിലായിരുന്നു? ലിസ്റ്റിലായിരുന്നു സീരീസ് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെയൊക്കെ എന്താണ്? ലിസ്റ്റിലാണ് സീരീസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ? എനിക്കിപ്പോൾ വേണ്ടത് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യണം. ഡിക്ഷണറിയെ എനിക്ക് സീരീസ് ആയിട്ട് മാറ്റണം. അതിനെന്ത് ചെയ്യും? ഞാനിവിടെ ടിക്ക് ഈക്വൽ ടു, എനിക്കിപ്പം ID ഞാൻ 1 കൊടുത്തു. എഫ് നെയിം ഞാനിപ്പോൾ നിമിഷ എന്ന് കൊടുത്തു. ദെൻ എൽ നെയിം ഡേവീസ് എന്ന് കൊടുത്തു. ഇനിയിപ്പോൾ ഓക്കെ, ഏജ് 25 കൊടുത്തു. ഇവിടെ എന്തോ ഒരു കോമയോ, ഓക്കെ, ഇവിടെ ഒരു കോമയുടെ വ്യത്യാസമുണ്ട്. ഏജ് 25 കൊടുത്തു. ഇനിയിപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഡെസിഗ്നേഷൻ, ഏതാണ് ഡെസിഗ്നേഷൻ എന്നുള്ളത് ഞാൻ ഡാറ്റ അനലിസ്റ്റ് എന്ന രീതിയിൽ DA എന്നുള്ളത് കൊടുത്തു. ഇനി ഞാനിപ്പോൾ സാലറി ഞാനിപ്പോൾ ഒരു 30,000 കൊടുക്കണം. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഞാൻ ഇത് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഒരു ഡിക്ഷണറി അവിടെ പ്രിന്റ് ആയിട്ട് വരും ഇല്ലേ? ഓക്കെ, പക്ഷെ എനിക്ക് വേണ്ടത് ഇതിനെന്താക്കണം? ഈ ഒരു ഡിക്ഷണറിനെ സീരീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതിനെന്ത് ചെയ്യും? ഞാൻ A ഈക്വൽ ടു PD ഡോട്ട് സീരീസ് ഓഫ്
ഡിക്ഷണറിയുടെ പേര് കൊടുത്താൽ മതി, പ്രിന്റ് എ. അപ്പൊ എന്തുണ്ടായി? അതെ, ഇങ്ങനെ ഒരു ടേബിൾ ആയിട്ട് പ്രിന്റ് ചെയ്ത് വന്നു ഇല്ലേ? ഇത് ടേബിൾ ആയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ നേരത്തെ ലിസ്റ്റിന്റെ പ്രോഗ്രാം എടുത്തു കേട്ടോ. ഞാൻ അതൊന്ന് റൺ ചെയ്യട്ടെ. ലിസ്റ്റിന്റെ പ്രോഗ്രാം എടുക്കുമ്പോ അയ്യോ കണ്ടോ, ഇവിടെ ഇൻഡെക്സ് നമ്പർ 0 1 2 3 എന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ എടുത്തപ്പോൾ ഡിക്ഷണറിയിൽ വന്നപ്പോൾ ID F name L name എന്നാണ് വന്നത്. എന്ന് വെച്ചാൽ ഡിക്ഷണറിയുടെ കേസിൽ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് ഡിക്ഷണറിയുടെ കീ ആയിരിക്കും. ഡിക്ഷണറി കീ വാല്യൂ പെയറാണല്ലേ. അപ്പൊ ആ കീ ആയിരിക്കും എന്ത്? ഡിക്ഷണറിയിലെ ഇൻഡെക്സ് വാല്യൂ. ക്ലിയർ അല്ലേ? അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഡിക്ഷണറിയുടെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ, പറഞ്ഞ പോലെ എനിക്ക് തോന്നി പെട്ടെന്ന്. ശരി, അത് നമുക്ക് മനസ്സിലായി. എനിക്കിപ്പം ഇത് ഞാൻ കൊടുത്തപ്പോൾ ഓർഡർ വന്നോക്കുന്നത് എങ്ങനെയാ? ഞാൻ കൊടുത്ത അതേ ഓർഡറിലാണ് ഇവിടെ പ്രിന്റ് ചെയ്ത് നോക്കുന്നത് അല്ലേ. എനിക്കിപ്പോൾ ഓർഡർ മാറ്റിയിട്ടൊന്ന് വരണം. അതിനെന്ത് ചെയ്യും? അതിനായിട്ട് ഇവിടെ നമ്മൾ സീരീസ് ആക്കിയ ടൈമിൽ കോമ ഇട്ടിട്ട് ഇൻഡെക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ കൊടുക്കാം. എനിക്കിപ്പോൾ ആദ്യം വേണ്ടത് F name ആണ്, പിന്നെ L name ആണ് വേണ്ടത്, പിന്നെയാണ് ID വേണ്ടത്, പിന്നെ സാലറി വേണം. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഡെസിഗ്നേഷൻ വേണ്ടത്. ഓക്കെ, ഞാനത് റൺ ചെയ്യാം. അപ്പൊ ആ ഒരു ഓർഡറിലാണ് നോക്കുന്നത്. F name, L name, ID, സാലറി, ഡെസിഗ്നേഷൻ. ക്ലിയർ ആയോ? ഓക്കെ, ഇതേപോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലിസ്റ്റിലും ഇവിടെ സീരീസ് ആക്കുന്ന ടൈമിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സിന്റെ നമ്പർ 0 1 2 3 എന്നല്ലേ വരുന്നുണ്ടാവുക ബൈ ഡിഫോൾട്ട് ആയിട്ട്. എനിക്കത് എന്ത് ചെയ്യാം? ആ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയോ? അപ്പൊ ഇൻഡെക്സ് എന്നുള്ള ആർഗ്യുമെന്റ് എന്താണ്? നമുക്ക് ഇൻഡെക്സിന്റെ വാല്യൂ മാറ്റാൻ വേണ്ടിയിട്ട്. കണ്ട, ABCD എന്നുള്ളത് വന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം ഇതില് എവിടെ പോയി? ഇതില് ഞാൻ ഇവിടെ ഇൻഡെക്സ് ഈക്വൽ ടു എന്ന് ഇങ്ങനെ കൊടുത്തു ഇല്ലേ? ഇങ്ങനെ കൊടുത്തപ്പോൾ ഇവിടെ F name, L name, ID, സാലറി, ഡെസിഗ്നേഷൻ എന്നുള്ളത് ആ ഒരു ഓർഡറിൽ വന്നു. പക്ഷെ ഞാൻ ഇവിടെ എന്താണ് കൊടുത്തത്? ആ ഒരു ഓർഡറിലാണ് ഇവിടെ വന്നത്. ഇനി ഈ ഒരു കേസിൽ ഇതിപ്പോൾ ഞാൻ മാറ്റിയതാണ്. അതല്ലാതെ 0 1 2 3 എന്നുള്ളതാണല്ലോ ബൈ ഡിഫോൾട്ട്. എനിക്ക് വേണ്ടത് 1 0 3 2 ഈ ഒരു ഇൻഡെക്സ് പൊസിഷനിലാണ് വരേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ഞാനിത് റൺ ചെയ്യുന്നു. പക്ഷെ അതിൽ എന്താ ഉണ്ടാവണേ? 1 0 3 2 ആ വാല്യൂ അങ്ങനെ തന്നെ വരുന്നത്. എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ലിസ്റ്റിൽ നമ്മൾ ഇൻഡെക്സ് വാല്യൂ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഡെക്സിന്റെ പൊസിഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ, വാല്യൂ ചേഞ്ച് ആവില്ല. പകരം ഡിക്ഷണറിയിൽ നമ്മൾ ഇൻഡെക്സ് വാല്യൂ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇൻഡെക്സ് വാല്യൂവിന്റെ കറസ്പോണ്ടിങ് വാല്യൂ തന്നെയായിരിക്കും നേരെ വരുന്നുണ്ടായിരിക്കുക. കണ്ടോ, F nameന്റെ നേരെ നിമിഷം തന്നെയാണ് വന്നത്. പക്ഷെ ഇതിലെങ്ങനെയാ വന്നത്? ഈ 0th ഇൻഡെക്സിൽ കിടക്കേണ്ടത് 1 ആണ് അല്ലേ? പക്ഷെ ഇവിടെ 0th ഇൻഡെക്സിന് നേരെ ഏതാണ് നോക്കുന്നത്? 2 ആണ് വന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. P7. ഞാനിവിടെ എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ട് pandas spd. ഞാൻ 2 സീരീസ് ക്രിയേറ്റ് ചെയ്യണം. A equal to 1 2 3 4 5, B equal to 6 7 8 9 10. ഓക്കെ, ഇങ്ങനെ 2 സീരീസ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? നമ്മൾ നമ്പയിൽ പഠിച്ച സെയിം തന്നെ. C equal to A dot add of B. പ്രിന്റ് C കൊടുത്താൽ എന്ത് ചെയ്യും? ഈ 2 സീരീസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് കിട്ടും. 7 ഇത് കണ്ടോ, 7 9 11 13 15 എന്ന് പറഞ്ഞിട്ടോ. സബ്ട്രാക്ട് ചെയ്യണമെങ്കിലോ D equal to A dot subtract B കൊടുക്കാം. ഡിവൈഡ് ചെയ്യണമെങ്കിലോ
എ ഡോട്ട് ഡിവൈഡ് ബി കൊടുക്കാം. മൾട്ടിപ്ലൈ ആണെങ്കിൽ എ ഡോട്ട് മൾട്ടിപ്ലൈ ബി. ക്ലിയർ അല്ലേ? ദെൻ അതൊക്കെ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ സീരീസിലെ കൺസെപ്റ്റ് ഞാൻ ഇവിടെ നിർത്താണ്. സീരീസ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കിനി അടുത്തതായിട്ട് തുടങ്ങാനുള്ളതാണ് അടുത്ത ഡാറ്റ സ്ട്രക്ചർ, ഡാറ്റ ഫ്രെയിം. ഓക്കെ, ഞാൻ സീരീസിൽ ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ നോക്കട്ടെ കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി എന്തെങ്കിലും പ്രോഗ്രാം നോക്കട്ടെ. ഒരു മിനിറ്റ്. ഹെഡ് ടെയിൽ പറഞ്ഞു, അപ്പൻഡ് പറഞ്ഞു, ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യണത്, ഡിക്ഷണറി ടു സീരീസ് പറഞ്ഞു, ഇൻഡെക്സിന്റെ കാര്യം പറഞ്ഞു അല്ലേ? അതെ, ഇൻഡെക്സിന്റെ കാര്യം പറഞ്ഞു, ഓപ്പറേഷൻസ് ആൻഡ് പാണ്ടാസ്. ഓക്കെ, സീരീസിൽ നമുക്ക് ഇത്രയും മതി. അടുത്ത് നമുക്ക് ഡാറ്റ ഫ്രെയിമിലോട്ട് കയറാം. ഓക്കെ, സോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം. സീരീസ് ഇതിപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ചെയ്താന്ന് വിചാരിച്ചോട്ടെ. ഓക്കെ, ഇപ്പം തന്നെ ഞാൻ ആ വീഡിയോ ഇടാം കേട്ടോ, ഡാറ്റ ഫ്രെയിമിൻ്റെ. അപ്പോൾ that's it for this video. Thank you. Have a nice day. Bye.